ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കം. തീർത്ഥാടകർ മിനായിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ഹജ്ജിന്റെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ തമ്പുകളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ഇന്ന് മിനായിൽ താമസിക്കുക എന്നത് മാത്രമാണ് ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം. നാളത്തെ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പായാണ് യൗമു തർവിയ എന്ന ഈ ദിനം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരും ഇന്നലെ മുതൽ മീനായിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ വിശ്വാസികളും ഒരേ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരേ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു നാഥ എന്ന് വിളിച്ചു പറഞ്ഞ് ജനലക്ഷങ്ങൾ അവിടെ സംഗമിക്കുകയാണ്. നമ്മുടെ സൗദി ഗവൺമെൻറ് അതിഥികളെ സൽക്കരിക്കാനും അവരെ സ്വീകരിക്കാനും വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. നാളെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ മീനായിലുമായിരിക്കും തീർത്ഥാടകർ. 15 ലക്ഷത്തോളം വരുന്ന വിദേശ തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഇന്ന് രാത്രി മുതൽ തന്നെ നീങ്ങി തുടങ്ങും. നാളെ രാത്രി മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മീനായിൽ തന്നെ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.